ആരും കൊടുക്കാത്ത വാറണ്ടി, ലൈഫ് ടൈം വാറണ്ടിയിൽ അതാ പാൻഡ് യൂണിറ്റ് ചെറിയ വിലക്ക് അല്ലേ? അതെ, ഈ ഒരു അറ്റത്ത് കൂടുതലായിട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതൊരു പ്രശ്നം തന്നെയാണ്. ഗ്ലാസ്സിലേക്ക് അതെ യൂണിവേഴ്സൽ മാജിക് കോർണർ എന്ന് പറയും. ഇങ്ങോട്ട് വരില്ലേ? യൂണിവേഴ്സൽ മാജിക് കോർണർ ഇതുപോലെ ഇതാണ്. ഇത് നമുക്ക് രണ്ട് മോഡലുണ്ട്, ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. സാധനങ്ങൾ വളരെ പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു ആവശ്യം. അതെ അതെ, അതായത് അവരുടെ തൊട്ടടുത്തുള്ള കടയുണ്ടോ ദൂരെയുള്ള കടയുണ്ടോ ആരുമായിട്ടും കമ്പയർ ചെയ്യാം. അതെ, അതാണ് ഇവിടുത്തെ ഒരു ഗ്യാരണ്ടി. വയർ ബാസ്കറ്റ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചിന് ഒരു വില, 17 ഇഞ്ചിന് ഒരു വില, 21 ഇഞ്ചിന് വേറൊരു വില. ടാൻഡം എടുത്താൽ ഈ വില മാറുന്നില്ല. ഈ ഒരു സ്മൂത്ത്നെസ് അതിനെ കിട്ടും. ടാൻഡം ബോക്സിലേക്ക് വന്നാൽ ഇത് അടയ്ക്കുന്ന കണ്ട വളരെ സ്മൂത്ത് ആയിട്ടാണ്, വളരെ സ്മൂത്ത് ആണ്. ഗ്ലാസ് ഇന്നർ ടാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ടാൻഡം ബോക്സിന്റെ വീതി കൂട്ടാവുന്നത് പോലെ ഈ ടാൻഡത്തിന് വീതി കൂട്ടാം. അവൈലബിൾ ഉണ്ട്. അതെ, 4 അടിയുടെ പാൻട്രിയാണിത്. ഇതാണ് 304 ആവണം, അതാണ് അതിലെ കാര്യം. ഇതെന്ന് പറയുന്നത് വാഷബിൾ ആണ്, പ്ലാസ്റ്റിക് ആണ്, PVC ആണ് ഇതിന്റെ ഇൻസൈഡ്. ഞങ്ങൾ ആരോടും അഡ്വാൻസ് വാങ്ങാറില്ല, വാങ്ങിയിട്ട് നാളെ തരാം. നമ്മൾ ഇവിടെ റെഡി സ്റ്റോക്കാണ്. ഇപ്പോൾ ജ്വല്ലറി ആക്സസറീസ് ആണെങ്കിലും ബോക്സുകളാണെങ്കിലും ഇനിയിപ്പോ എല്ലാം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. ഹായ് ഫ്രണ്ട്സ്, വീടാകുമ്പോൾ അടിപൊളിയായിട്ടുള്ള മോഡുലാർ കിച്ചൺ വേണം. മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഒരുപാട് ആക്സസറീസ് ഇന്ന് വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ആക്സസറികളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ, ഓരോ ആക്സസറിക്ക് എന്താ വില, എങ്ങനെ ഉപയോഗിക്കൂലേ? പോക്കറ്റ് കാലിയാവാതെ ഇന്റീരിയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, എറണാകുളം ജില്ലയിലെ ചക്കരപ്പറമ്പുള്ള മെരിയ എന്റർപ്രൈസസിൽ മോഡുലാർ കിച്ചണും അതുപോലെ വാർഡ്രോബിനൊക്കെ വേണ്ട ആക്സസറീസ് എല്ലാ ബ്രാൻഡിലും ക്വാളിറ്റിയിൽ ചെറിയ വിലക്ക്, ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിലും ഇമ്പോർട്ടഡ് ബ്രാൻഡ് ആണെങ്കിലും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥാപനം. ഞാനിത് വെറുതെ പറയുന്ന കാര്യമല്ല കേട്ടോ, നമുക്ക് നേരിട്ട് കാര്യങ്ങൾ അങ്ങ് അന്വേഷിക്കാം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കൂടെ സലീം ആലുക്കൽ. കിച്ചൺ മോഡേൺ ആക്കാനുള്ള ഒരുപാട് ആക്സസറീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോശി സാറാണ് കൂടെ ഉള്ളത്. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ ഈ എറണാകുളത്ത് വന്ന് ഇത് പരിചയപ്പെടുത്തണമെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണമല്ലോ. അത്രക്ക് വില കുറച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്റ്റും. നമ്മൾ നിലവില് ഇന്ത്യൻ ബ്രാൻഡ്സിൽ സ്ലീക്ക്, പിന്നെ നമ്മളെ ഹെപ്പോയുടെ എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, ഹെറ്റിച്ചിന്റെ വില കുറഞ്ഞ ബ്രാൻഡ് ഹെപ്പോ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സിൽ, അതായത് മൾട്ടിനാഷണൽ ബ്രാൻഡ്സ് അല്ലാതെ തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന MS Group എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, പിന്നെ വുഡ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. ഇതിൽ ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അതായത് ബാക്കിയുള്ള കടകളിൽ എല്ലാം ഉള്ള സാധനങ്ങൾ തന്നെ ഹാഫ്ലെ എട്ടിക്ക് എല്ലാം അവൈലബിൾ ആണ്. അതായത് ബ്രാൻഡുകൾ ഏതാ നിൽക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഉണ്ട്. അതിലും വില കുറയും, എല്ലാത്തിലും വില കുറയും. കാര്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല വിലയ്ക്ക് കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു മോട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കമ്പനികളിൽ നിന്ന് പരമാവധി ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക, അത് പർച്ചേസ് ചെയ്തിട്ട് അപ്പൊ അതിനുള്ള ആനുകൂല്യം കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുക, അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഓക്കെ, ആ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോ പരിചയപ്പെടാവുന്നത് സ്ലീക്കിന്റെ ആക്സസറീസ് അല്ലേ? സ്ലീക്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന ഒരു ആക്സസറി ഈ കാണുന്നത് അല്ലേ? ആളുകള് ഹൈറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണോ അത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കാര്യം നമുക്ക് സാധനങ്ങൾ വളരെ പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു ആവശ്യം. അതായത് ഉയർന്ന ഒരു പൊക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന്റെ താമസം വരും. പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കാൻ വേണ്ടി ആക്സസറീസ് ആണ്. ഇതിന്റെ പേര് എലിവേറ്റർ ബാസ്ക്കറ്റ്. എലിവേറ്റർ ബാസ്ക്കറ്റ് ആണ് ഇത് കാണുന്നത്. ഇവിടെ നോർമലി ഡോറിന്റെ പ്രൊഫൈലുകൾക്കും ഉണ്ടല്ലോ പ്രാധാന്യം അല്ലേ? അതെ, പ്രൊഫൈലുകളുണ്ട്. ഇത് നോർമൽ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ കവർ ചെയ്യുന്ന രീതി തിക്നെസ് 1 ഇഞ്ച് വരുന്ന ഇത് 22 mm ആണ് ഈ പ്രൊഫൈലിന്റെ വിട്ട്. ഇത് 2 തരം പ്രൊഫൈൽ ഉണ്ട്. ഇതെന്ന് പറയുന്നത് സൈഡ് പ്രൊഫൈൽ എന്ന് പറയും, ഇതെന്ന് പറയുന്നത് ഹാൻഡിൽ പ്രൊഫൈൽ. ഈ 2 പ്രൊഫൈലും 10 അടി നീളത്തിലാണ് വരുന്നത്. 10 അടി നീളം. നമുക്ക് ഇതിൽ 5 mm ഗ്ലാസ് തൊട്ട് 5 mm 4 mm ഇങ്ങനെ 4-5 mm ഉള്ള അളവിലുള്ള ഗ്ലാസുകൾ നമുക്ക് ഇടാം. ഇതിനൊരു ബീഡിംഗ് ഉണ്ട്. ഇതിന് ഈ പ്രൊഫൈലിന് പ്രത്യേക തരം ഹിഞ്ചസ് ആണ് പിടിപ്പിക്കുന്നത്. ഈ ഹിഞ്ചസിന് നാരോ ഹിഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. 2-3 ബ്രാൻഡിലുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നിലവിൽ ഒരു 3 കളറോളം നമുക്ക് ഇത് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്, റോസ് ഗോൾഡ് ഉണ്ട്, പിന്നെ ഷാമ്പയിനും ഉണ്ട്. ഇത്ര കളറുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ ഇതിന്റെ വില ഈ അടുത്ത് നമ്മൾ അന്വേഷിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞാൻ യൂട്യൂബിലൂടെ വില അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും നമുക്ക് ഏറ്റവും നല്ല വില നമുക്ക് തരാം. നേരിട്ട് സമീപിക്കുക വില അറിയണമെങ്കിൽ. ഓക്കെ,
നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊരു വീടിന്റെ കൊട്ടേഷൻ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അയച്ചു തരിക അല്ലേ? അതെ, നമ്മുടെ കൊട്ടേഷൻ നമുക്ക് അയച്ചു തരിക, ബ്രാൻഡ് സ്പെസിഫിക്കേഷൻ എല്ലാം തന്നിട്ട് തരിക, നമ്മളത് കോട്ട് ചെയ്ത് തരും. ഇതിൻ അവേഴ്സ് നമ്മളത് ചെയ്തിരിക്കും. അതെ, നിങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടിയാൽ പിന്നെന്താ ടെൻഷൻ? അവർക്ക് അവരുടെ തൊട്ടടുത്തുള്ള കടയുണ്ടോ ദൂരെയുള്ള കടയുണ്ടോ ആരുമായിട്ടും കമ്പയർ ചെയ്യാം. അതെ, അതാണ് ഇവിടുത്തെ ഒരു ഗ്യാരണ്ടി അല്ലേ? അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അപ്പൊ ധൈര്യമായിട്ട് കൊട്ടേഷൻ അയച്ചോളൂ, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇനിയിപ്പോ ഓരോ ബോക്സുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ടാൻഡം ബോക്സുകൾ ഉണ്ട്, അതുപോലെ ഇതുപോലെ വയർ ബാസ്ക്കറ്റുകൾ ഉണ്ട്. ഇതിപ്പോ വയർ ബാസ്ക്കറ്റ് ലൈൻസ് ആയിട്ട് വന്നിരുന്നു, അതുപോലെ ഹോള് വരുന്നത് അല്ലേ? ഈ വയർ ബാസ്ക്കറ്റ് ഞങ്ങൾ അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. ബേസിക് ആയിട്ട് വേണ്ട ആവശ്യമാണ്. പക്ഷെ വയർ ബാസ്ക്കറ്റ് എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ടാൻഡം ബോക്സ് ഇത് വന്ന കാലത്ത് വലിയ വിലയാണ്. ഒരു 6000 രൂപ 7000 രൂപ നിരക്കില് ടാൻഡം ബോക്സ് ആൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വയർ ബാസ്ക്കറ്റിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ വയർ ബാസ്ക്കറ്റ് വരുന്നവരോട് പോലും വാങ്ങാൻ ലിസ്റ്റുമായിട്ട് വരുന്നവരോട് നമ്മൾ പറയും നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ടാൻഡം എടുക്കുക. ഇപ്പൊ ടാൻഡം നല്ല ബ്രാൻഡ് എടുത്താൽ പോലും ഈ വയർ ബാസ്ക്കറ്റും ഇതിന്റെ ചാനലും കൂടെ ചേർക്കുന്ന വിലയാവില്ല. അത് മാത്രമല്ല, വയർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചിന് ഒരു വില, 17 ഇഞ്ചിന് ഒരു വില, 21 ഇഞ്ചിന് വേറൊരു വില. ടാൻഡം എടുത്താൽ ഈ വില മാറുന്നില്ല. നിങ്ങൾ ഒരേ വിലയ്ക്കാണ് പ്രോഡക്റ്റ് വാങ്ങുന്നത്, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കും. ഓക്കെ, ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് SS പൂർണ്ണമായിട്ട് വരുന്നത് കൊണ്ടാണ് വിലയിൽ അത്ര മാറ്റങ്ങൾ വരുന്നത് അല്ലേ? ആയിരിക്കാം, പക്ഷെ കസ്റ്റമറിന് അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതിന് അടയ്ക്കാനുള്ള ഒരു സ്മൂത്ത്നെസ്. ഇതിപ്പോ നമ്മുടെ ഒരു ടെലിസ്കോപ്പിക് ചാനലും വയർ ബാസ്ക്കറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. നമ്മളിപ്പം ഒരു ടാൻഡം ബോക്സിന്റെയും വയർ ബാസ്ക്കറ്റിന്റെയും പെർഫോമൻസ്, അതായത് അതിന്റെ ക്ലോസിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്മൂത്ത്നെസ് അതിന് കിട്ടും. ഓക്കെ, അതേസമയം നമ്മൾ ഒരു ടാൻഡം ബോക്സിലേക്ക് വരികയാണ്. ടാൻഡം ബോക്സിലേക്ക് വന്നാൽ ഇത് അടയ്ക്കുന്ന കാണാം, വളരെ സ്മൂത്ത് ആയിട്ടാണ്, വളരെ സ്മൂത്ത് ആണ്. അതെ, ഇത് പല സൈസിൽ വരുന്നുണ്ടല്ലോ. ഇത് ഹൈറ്റ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയ. 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച്. ഇതാണ് 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഈ ഹൈറ്റ് വരും. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ് 4, 6, 8 എന്ന് പറയുന്ന ഹൈറ്റ്. 4, 6, 8 സിമ്പിൾ ആയിട്ട് ക്ലോസ് ആയി. അതെ. പിന്നെ ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞാൽ വയർ ബാസ്ക്കറ്റ് മാതിരിയല്ല, അത് പണിത് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കും. നമ്മൾ അതിനെ പിന്നെ കൺവേർട്ട് ചെയ്തെടുക്കണം. അതായത് നിങ്ങൾക്ക് പ്ലേറ്റ് വെക്കണമെങ്കിൽ അത് പ്ലേറ്റിന്റെ ഇൻലെറ്റ് വെക്കണം. പിന്നെ കട്ട്ലറി വെക്കണമെങ്കിൽ കട്ട്ലറിക്കുള്ള ഇൻലെറ്റ്സ് വേണം. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതുപോലെ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാൻട്രി യൂണിറ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ? അതിനകത്ത് അതിന്റെ ആക്സസറീസ് വേണം, കൂടാതെ ഇതിനൊക്കെ ഹിഞ്ചസ് നിർബന്ധമാണല്ലോ അല്ലെ? ഹിഞ്ചസിലുണ്ട് കുറെ കാര്യങ്ങള്. ഹിഞ്ചസ് പലരും പറയും മാഗ്നറ്റ് വെച്ച് പിടിപ്പിച്ച് നോക്കണം, നമ്മളും പറയാറുണ്ട്. കാരണം അത് റസ്റ്റ് എത്രത്തോളം റസ്റ്റ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്താ അതിന്റെ ഒരു അവസ്ഥ? പൊതുവെ സാധാരണ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് അതൊരു മെറ്റീരിയൽ SS ആണോ ശരിക്കും അതൊരു തമ്പ് റൂളാണ്, അല്ലാതെ അതൊരു ശാസ്ത്രീയമായിട്ട് അതിൻ്റെ അകത്തൊരു അടിസ്ഥാനം ഇല്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിനെ കൊണ്ടുപോയിട്ട് ഒരു ലാബിൽ കൊടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് 304 ആണോ എന്ന് പരിശോധിക്കുക. അതാണ് 304 ആവണം, അതാണ് അതിലെ കാര്യം. എന്നാലും തുരുമ്പെടുക്കാതിരിക്കുള്ളൂ. അതായത് സാധാരണ സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് ബാധകം. പ്രത്യേകതരം കെമിക്കൽ ഉള്ളിടത്ത് ഏതെങ്കിലും സാധാരണ നോർമൽ അല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ 304 തുരുമ്പെടുക്കും. എടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ പ്രത്യേകിച്ച് വേറെ ഗ്രേഡാണ്. പക്ഷെ നമ്മുടെ നോർമൽ വീട്ടിലെ സാഹചര്യത്തിൽ നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന 304 തുരുമ്പെടുക്കില്ല. ഇതാണ് സ്ലീക്കിന്റെ ആണോ? അതെ, സ്ലീക്ക് ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് SS 304 ഹിഞ്ചസ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അഷ്വർ ചെയ്യുന്നുണ്ട് എവറി സിംഗിൾ കോമ്പണന്റ് ഈസ് പ്യുവർ SS 304. അതിന്റെ 5 വർഷം റഷ് ഫ്രീ വാറന്റി കൊടുക്കുന്നുണ്ട്. 5 വർഷം. മാർക്കറ്റിൽ ഒരു ബ്രാൻഡും ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് കൊടുക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. 5 വർഷം റഷ് ഫ്രീ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്, ക്ലിപ്പ് ഓൺ മോഡലാണ്. ഇതിന്റെ വില വളരെയധികം കുറവാണ്. മാർക്കറ്റിലുള്ള ലീഡിംഗ് 304 ബ്രാൻഡ്സിനെക്കാട്ടിലും വില കുറവാണ്. കോർണർ യൂണിറ്റുകൾ എല്ലാവരും ഈ ഒരു യൂണിറ്റിലേക്കാണ് പോകുന്നത്, ഗ്ലാസിലേക്ക്. അതെ, യൂണിവേഴ്സൽ മാജിക് കോർണർ എന്ന് പറയും. ഇങ്ങോട്ട് വരില്ലേ യൂണിവേഴ്സൽ മാജിക്? ഇതുപോലെ ഇതാണ്. ഇത് നമുക്ക് 2 മോഡലുണ്ട്, ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ വിലയിലല്ലേ. ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോർണർ കിച്ചണിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്പേസ് വേസ്റ്റേജ് ആയിരിക്കും, ഇത്രയും പോർഷൻ. അതായത് ഇത് ഇവിടെ പോയി നിന്നു ഇവിടേക്ക് നമ്മൾ ഇവിടുന്ന് കൈയിടില്ല, ഇവിടുന്ന് കൈയിടാൻ പറ്റില്ല. ആ കോർണർ നമുക്ക് വേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നോക്കിക്കോളൂ, ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ
ഇങ്ങനെ ചെയ്യുന്ന കോർണറിലേക്കുള്ളതാണ് കോർണറിലേക്ക് പോയി. അപ്പൊ കണ്ടോ ഇവിടെ വരെ നമ്മൾ ഈ സാധനം എത്തിക്കഴിഞ്ഞു. അതെ, സിമ്പിൾ ആയിട്ട്. സിമ്പിൾ. ഇത് വളരെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സ്വിംഗ് കോർണർ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഞാനിപ്പോ കാണിക്കാം. പക്ഷെ അത് നമുക്ക് അത്ര ഒരു ആത്മവിശ്വാസം കുറവാണ്. അതിന് ലോഡിങ് കുറയ്ക്കാനും ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്. നല്ല കാണാനും നല്ല ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് സ്റ്റേഡിയം ലോഡ് ചെയ്യുന്നതിനകത്ത് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈസി ക്ലീനബിളും കൂടെ ആണ്. മൊത്തത്തിൽ പുറത്തിറങ്ങി വരുന്നതുകൊണ്ട് ക്ലീനിങ്ങിന് ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പണ്ടത്തെ നമ്മുടെ വയർ ബാസ്കറ്റിലോ ഡീട്രേ എന്നൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ അത് കമ്പിയും ഇതൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ ക്ലീനിങ് ബുദ്ധിമുട്ടാണ്. ഇതിൽ ഒരു വിധത്തിലും ഒരു ക്ലീനിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതും കൂടെ കാണിച്ചാലോ? ഇത് വ്യത്യസ്ത മോഡലിൽ വരുന്നുണ്ട്. ഇപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് പുതിയതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വിംഗ് കോർണർ എന്ന് പറഞ്ഞത്. ഇതിന് കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം പറഞ്ഞാല് നമ്മൾ ഈ ഒരു അറ്റത്ത് കൂടുതലായിട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അതിനെ ബാധിക്കും. ഇവിടെ ഒരു കണക്ഷനേ ഉള്ളൂ ഇതിന്. ഒരു സൈഡിൽ ഒരു ഹിഞ്ചസിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു നമ്മുടെ വീട് ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ അല്ലാതെ ഒരു ആവശ്യങ്ങൾക്ക് ഒരു കുട്ടി വന്നിട്ട് ഇവിടെ ആവശ്യത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇതുപോലെ ആക്സസറീസ് നിങ്ങൾ ഭംഗി നോക്കി എടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അത് തന്നെ ഭംഗി മാത്രമല്ല, നമ്മൾ ഇതിന്റെ ലൈഫോട് നോക്കണം. അപ്പൊ ഞാൻ വരുന്നവരോടൊക്കെ ഈ പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇന്നൊരു പ്രശ്നമുണ്ട്, നമുക്ക് കുഴപ്പമില്ലെങ്കിൽ ഇത് വെച്ച് ഇതിന് വില കുറവാണ് അല്ലേ? ഓക്കെ, വില പൊതുവെ ഇവിടെ കുറവാണ്, അതിലും കുറവാണ്. വില ആവശ്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെട്ടു. ഇന്ന് വീടുകളിലെ കിച്ചണിലെ സ്റ്റോർ റൂമുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ആർക്കും സ്റ്റോർ റൂം വേണ്ട, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനാവില്ല. അപ്പോഴാണ് നമ്മളെ പാൻട്രി യൂണിറ്റ്, ട്രോളി യൂണിറ്റ് വരുന്നത് അല്ലേ? പക്ഷെ അതിന് വലിയ വിലയാകുന്നതാണ്, ചെറുത് ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയും. പരിഹാരം ഉണ്ടോ? പരിഹാരമുണ്ട്. നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പാൻട്രി യൂണിറ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആരും കൊടുക്കുന്നില്ല ലൈഫ് ടൈം വാറണ്ടി. ആരും കൊടുക്കാത്ത വാറണ്ടി, ലൈഫ് ടൈം വാറണ്ടിയിൽ അതാ പാൻട്രി യൂണിറ്റ് ചെറിയ വിലക്കല്ലേ? ചെറിയ വില എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ല, വില പരിശോധിക്കേണ്ടവർ എന്നെ നമ്മളെ നേരിട്ട് വിളിച്ചോട്ടെ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും വലിയ യൂണിറ്റിനൊക്കെ ചെറിയ വിലക്ക് കൊടുക്കാൻ, അവർക്ക് വില കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഞെട്ടും. അതാണ് ആ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പാൻട്രി മാത്രമല്ല ഈ ബ്രാൻഡിൽ വരാൻ പോകുന്നത്. എംകോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഇവിടെ വരുന്നത്. ഈ വരുന്നത് ബോട്ടിൽ പുള്ളൗട്ടുകൾ, അതായത് ഇതുപോലെ തന്നെ ടാൻഡം ബോക്സിന്റെ മോഡലുള്ള ബോട്ടിൽ പുള്ളൗട്ടുകൾ, സ്വിംഗ് കോർണറുകള്, എലിവേറ്റർ ബാസ്ക്കറ്റ്, അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഈ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡാണ്. വളരെ ഉടനെ തന്നെ മാർക്കറ്റിൽ വരുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഉണ്ട് നമ്മളിവിടെ. മറ്റുള്ള കടകളിലും ഈ പ്രോഡക്റ്റ് അധികം വൈകാതെ തന്നെ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ വീട്ടിലെത്താൻ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക, നിങ്ങൾ എന്താ വില പറയാത്തതെന്ന്. വില പറയാ, ഓരോന്നിന്റെ അടുത്ത് പറയാൻ ഒന്നും ബുദ്ധിമുട്ട്. രണ്ട്, നിങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് കൈപ്പറ്റണ്ട. നിങ്ങൾ ആവശ്യക്കാരെങ്കിലും നിങ്ങൾ വിളിക്കണം. ഇതിപ്പം വില നമ്മുടെ കോമ്പറ്റീറ്റർ അറിയണ്ടല്ലോ. അതെ, അതും ഒരു പ്രശ്നം തന്നെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒന്നും അല്ലാതെ പറയാത്ത അല്ലേ? നിങ്ങൾക്ക് വില കുറച്ച് തരും, അതിലൊരു ടെൻഷനും ഇല്ല. അതല്ല, വാങ്ങാൻ ആഗ്രഹമുള്ള ആള് നമ്മളെ നേരിട്ട് ബന്ധപ്പെടും, അവർക്ക് അതിന്റെ വില നമ്മൾ അറിയിക്കും. അത്രേ ഉള്ളൂ. കിച്ചണുകളിലെ വെജിറ്റബിൾസ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളത് സ്മെല്ല് വരാതെ അല്ലെങ്കിൽ ഡീസെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള സൊല്യൂഷൻ ആണല്ലേ വിക്കർ ബാസ്ക്കറ്റ്. ഇത് റെക്ടാങ്കിളിലൂടെയാണോ കാണുന്നത്? ഓക്കെ, ഇതാണ് വിക്കർ ബാസ്ക്കറ്റ്. വിക്കർ ബാസ്ക്കറ്റ് മെയിൻലി 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് വാഷബിൾ ആണ്. പ്ലാസ്റ്റിക് ആണ്, PVC ആണ് ഇതിന്റെ ഇൻസൈഡ്. ഇതിന്റെ ഫ്രെയിം വന്നത് അലൂമിനിയം ആണ്. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേകിച്ച് അതായത് മഴക്കാലം ആകുമ്പോഴത്തേക്ക് തുരുമ്പെടുക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ വക തുരുമ്പല്ല, സോറി, പൂപ്പൽ. മഴക്കാലത്ത് ഇത് നാച്ചുറലാണ്. ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയൊക്കെ ചെയ്താൽ പൂപ്പലെടുക്കും. അപ്പൊ അതിന്റെ ഇതിങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പരാതി വന്നതുകൊണ്ടാണ് കമ്പനികൾ ഈ വക മെറ്റീരിയൽ ഇതിലേക്ക് പുതുതായിട്ട് ഇറക്കിയത്. ഇത് നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് വാഷ് ചെയ്യാം. അതല്ലാതെ നനഞ്ഞ സാധനം ഇട്ടാലും ഒന്നും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ചെറിയ നനവുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ടാലും. ഓക്കെ. പിന്നെ മുമ്പ് ഒരാൾ എനിക്കൊരു കമന്റ് അടിച്ചിരുന്നു, ഈ വിക്കർ ബാസ്ക്കറ്റിന് എന്താ വില, എന്തിനാ എത്ര വില ഇതിന്? ഇതൊരു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, നമ്മുടെ അടുത്ത് ബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡഡ് അല്ലാത്ത പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ. അതിനൊന്നും വലിയ പരാതികളൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. നിങ്ങളെ പോക്കറ്റിനനുസരിച്ചുള്ളത് അവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവരുടെ പോക്കറ്റിനനുസരിച്ചുള്ള നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു അഡ്വൈസും കൂടെ ഉണ്ട്. ഈ വിക്കർ ബാസ്ക്കറ്റ് വെക്കുമ്പോൾ പല ആൾക്കാര് ഇതിങ്ങനെ തുറന്നിടും. ഇങ്ങനെ, അതായത് ഡോർ ഇല്ലാതെ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഡോർ ഇല്ലാതെ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് രാത്രിയിൽ എന്തൊക്കെ ജീവികളാണ് അതിലൂടെ കയറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സവോള, ഉള്ളി, വെളുത്തുള്ളി, തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിടും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, നീ ഡോർ കൊടുത്താൽ തന്നെ
നമ്മൾ ഈ ഡോർ കൊടുക്കുമ്പോൾ ഇതിന് എയർ പാസേജ് ഉള്ള വെന്റിലേഷൻ കൊടുക്കണം. ഇതിന് 2 രീതി കൊടുക്കാം. നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ വെന്റിലേറ്റർ ഉണ്ടല്ലോ, 4 ഇഞ്ചിന്റെ സ്റ്റീൽ, അത് നമുക്ക് കൊടുക്കാം. അതല്ലാതെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതുപോലെ റത്തൻ കെയിൻ കൊടുക്കാം. രണ്ടും ഇപ്പോൾ വരുന്നുണ്ട്. അത് രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നമ്മളിവിടെ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വേണം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ. കിച്ചണുകളിലെ ഇതുപോലുള്ള ഷട്ടറുകളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. എല്ലാവർക്കും അറിയാം ഷട്ടർ തന്നെയാണ് അല്ലേ. മിക്സി ഹൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്ലേറ്റ് ഹൈഡ് ചെയ്യാൻ ഒരുപാട് കവർ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഐഡിയ. കുറെ സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ പോകും. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ് അല്ലേ. പ്ലേറ്റ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിൽ ഇതുപോലുള്ള ആക്സസറി വേണം. ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്, അതായത് PVC-യിൽ വരാം, സ്റ്റീലിൽ വരാം. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഇത് നമുക്ക് സാധാരണ ടാൻഡം ബോക്സുകളിൽ നമുക്ക് പ്ലേറ്റുകൾ വെക്കണമെങ്കിൽ വേറെ സംവിധാനമില്ല. ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂടിയ പ്ലേറ്റുകൾക്ക് ഈ ഒരു ഇൻലെറ്റ് വെക്കും. കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞതിന് ഈ വക ഇൻലെറ്റ് വെക്കും. കപ്പ് സോസറിന്റെ സോസർ സൈസ് അത് ഇത് വെക്കും. ഇനി നമുക്ക് പ്ലേറ്റ് വെക്കണമെങ്കിൽ ഉള്ള ഒരു മൂന്നാമതൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ അലുമിനിയത്തിന്റെ. അലുമിനിയത്തിൽ വന്നു. ഇനിയിപ്പോ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇത് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ടാൻഡം വന്നിരിക്കുന്നത്. അത് ഗ്ലാസ് മോഡലിലും ചെയ്ത് കൊടുക്കില്ലേ? പിന്നെന്താ, ഗ്ലാസ് നമ്മൾ ചെയ്യുന്നില്ല, അതിനുള്ള ഒരു മോഡൽ ഉണ്ട്. ഇന്നർ ഗ്ലാസ് ടാൻഡം ഉണ്ട്, സൈഡ് ഗ്ലാസ് ടാൻഡം ഉണ്ട്. ഇത് നമ്മുടെ PVC കട്ട്ലറി. ഇത് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ പല അളവുകളിൽ നമ്മുടെ അടുത്ത് ചെയ്യും. ഇപ്പൊ ഇതാണെങ്കിലോ, ഇത് കട്ട്ലറി തന്നെ വേറൊരു ഓപ്ഷനാണ്. ഇത് നമുക്ക് 4, 6, ഇത് 4, ഇത് 6, 8. ഇത് തന്നെ മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ 2-3 സെറ്റോട് ഇവിടെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം ഇതിന്റെ സൈസ് അനുസരിച്ചിട്ട്. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഹിഞ്ചസും അതുപോലെ സ്ലൈഡറും ഒക്കെ പ്രധാനപ്പെട്ടത്. എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. എല്ലാവർക്കും പ്രൊഫൈലുകൾ അറിയാം, പക്ഷെ നമ്മൾ LED വരുന്ന പ്രൊഫൈലുകൾ ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഗോള പ്രൊഫൈലാണ്. ഇത് ഈ വെച്ചിരിക്കുന്നതാണ് സീഗോള എന്ന് പറയുന്നത്. ഈ സീഗോള തന്നെ നമുക്ക് അതിൽ ബിൽറ്റിൻ LED ലൈറ്റ്സ് വരുന്ന ബിൽറ്റിൻ ആണ്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. പിന്നെ ഇതും ഗോള തന്നെയാണ്. ഗോള വെച്ചിരിക്കുന്നതാണ് എൽ ഗോള എന്ന് പറയുന്നത്. എൽ ഗോള, ഇത് താഴത്തെ സീഗോള. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ഹാൻഡിൽ ഇതിന് വേണ്ട, ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അതായത് സാധാരണ പ്രൊഫൈലുകളൊക്കെ G പ്രൊഫൈലൊക്കെ വരുമ്പോൾ ഹാൻഡിൽ ഡ്രോയോടൊപ്പം നമ്മുടെ അടുത്തേക്ക് വരും. ഇത് ഹാൻഡിൽ അവിടെ ഇരിക്കും, നമ്മൾ ഇതാണ് വലിപ്പാണ്. ഇത് ഈ പ്രൊഫൈൽ അവിടെ ഇരിക്കും, നമ്മളാണ് വലിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ഡോർ ഇതുപോലെ കൊടുക്കാൻ പറ്റും ടാൻഡത്തിന് അല്ലേ. ഇതും ഗ്ലാസ് ആണല്ലോ. ഇത് ഗ്ലാസ് ഇന്നർ ടാൻഡം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഗ്ലാസ് ഇന്നർ ടാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ടാൻഡം ബോക്സിന്റെ വീതി കൂട്ടാവുന്നത് പോലെ ഈ ടാൻഡത്തിന് വീതി കൂട്ടാം. അപ്പൊ നിങ്ങളൊരു പാൻട്രി നമുക്ക് അവിടെ അളവ് കൂടുതലുണ്ട്. സാധാരണ അളവിൽ 450 അളവാണ് പാൻട്രിക്ക് വെക്കുന്നത്. നമുക്ക് അവിടെ ഒരു 700 സെന്റിമീറ്റർ വീതിയുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കസ്റ്റം മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്താണെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യാം. ഈ ടാൻഡത്തിന് ഈ ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസ് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക. ഈ ഗ്ലാസും ബാക്കിലെ ഗ്ലാസും ഇതുപോലത്തെ ഒരു 5 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ടവർ മാതിരി ഇതിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഈ രീതിയിൽ അവൈലബിൾ. ഞാൻ അതിനിടക്ക് ചോദിക്കാം, ഇതൊരു ചെറിയ പാൻട്രി ആയിട്ട് ഫീൽ ചെയ്തു. ചെറുത് അവൈലബിൾ ഉണ്ടോ? അതെ, 4 അടിയുടെ പാൻട്രി ആണിത്. ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ പോലെ സൈസിന്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് അത്ര പോപ്പുലർ അല്ല എങ്കിലും ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. ഇന്ന് രാവിലെ ഒരെണ്ണം കൊടുത്തിരുന്നു. അപ്പൊ ആവശ്യക്കാരുണ്ട്. കിച്ചണുകളുടെ ഒരുപാട് ഐഡിയ പറഞ്ഞു. ബെഡ്റൂമിലും ഉണ്ട് പ്രശ്നങ്ങള്. ആൾക്കാർക്ക് ക്വാളിറ്റി നോക്കി എടുക്കാൻ അറിയാം, എന്നാലും ഒന്നുകൂടെ കംഫർട്ട് ആക്കാം, സ്പേസ് മാനേജ് ചെയ്യാനൊക്കെ പുതിയ ഐഡിയ അല്ലെ. ഐഡിയ ഉണ്ട്. ആദ്യമുള്ള ഐഡിയ തന്നെയാണ്, പക്ഷെ അങ്ങനെ ഉപയോഗിക്കാം. ഇത് ബെഡ് ലിഫ്റ്റ് ആണ്. ഈ ബെഡ് ലിഫ്റ്റ് ഇവിടെ നമ്മളിപ്പോ ഒരു മിനിയേച്ചർ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇത് ബെഡിന്റെ വലുപ്പവും അതായത് വീതി കൂടുന്നതനുസരിച്ചും ഇതിന്റെ ഫോം ബെഡിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് അതായത് വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളിത് പ്രോഡക്റ്റ് മാറ്റാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ബ്ലാങ്കറ്റുകളാണെങ്കിലും വലിയ കുഷ്യൻസ് ഒക്കെ ഒരു ഹെവി ആണ്. എക്സ്ട്രാ പില്ലോ അത് നേരെ നമ്മൾ വാർഡ്രോബിനകത്ത് കയറില്ല. അത് ഇവിടെ സ്റ്റോർ ചെയ്യാം. അതപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്ക് പോലും ഹാൻഡിൽ ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള ലിഫ്റ്റ്, അതായത് പമ്പ് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്താൽ ഏത് കുട്ടിക്കും ഇതാ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇതിനൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. അതായത് പമ്പ് നമ്മളിപ്പം കപ്പാസിറ്റി കുറയുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊക്കാൻ വേണ്ടിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. പൊങ്ങില്ല. കപ്പാസിറ്റി കൂടിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടയാനും പാടില്ല. അപ്പൊ നമ്മള് ഇതിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഫ്രെയിമിന്റെയും ഇതിലിരിക്കുന്ന ബെഡിന്റെയും കൂടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാർപ്പൻറ്റർ
വാങ്ങുന്ന കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള സജസ്റ്റ് ചെയ്യും നിങ്ങൾ എത്ര കിലോയുടെ പമ്പ് വാങ്ങണം. അപ്പൊ ആ പമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് ഇലക്ട്രിക്കൽ മോഡൽ ഉണ്ട്, അതിനുവേണ്ടി കാശ് കളയേണ്ട ആവശ്യമില്ല. ഇത് മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടുള്ളൂ. അതെ അതെ, 2 പമ്പ്. ഇത് വലിയ വിലയൊന്നും ആവുന്ന കാര്യമല്ല. വീട്ടിനകത്ത് വാർഡ്രോബ് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡിങ് വേണോ അല്ലെങ്കിൽ ഡോറുകൾ വേണോ എല്ലാം ആശങ്കയാണ്. ഏത് കൊടുക്കുക എന്നുള്ളത്. അത് സ്ലൈഡറുകളാണെങ്കിൽ സ്ലൈഡറിൽ പൊടി കയറിയുള്ള ഇഷ്യൂകൾ പലരും പറയാറുണ്ട്. അതല്ലെങ്കിൽ ഡോറുകളാണെങ്കിൽ അത് ബെൻഡ് ആവുക അല്ലെങ്കിൽ അത് കറക്റ്റ് അടയുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂകളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? ഇതിപ്പോ പറയുകയാണെങ്കിൽ സ്ലൈഡിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില ന്യൂനതകളുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇതൊരു സ്ലൈഡിംഗ് സിസ്റ്റമാണ്. ഈ സ്ലൈഡിംഗ് സിസ്റ്റത്തില് അതായത് ഈ 2 ഡോറുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് എന്തായാലും വന്നിരിക്കും. ഈ ഗ്യാപ്പ് ഇതുണ്ടാവും. ഇത് നമ്മൾ ഏത് കമ്പനിയുടെ വാങ്ങിയാലും ഈ പ്രശ്നം ഉണ്ടാവും. 2 ചാനലാണത്. അതെ, കാണാനുള്ളൊരു ഭംഗിയുണ്ട്, ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ചില കമ്പനികളിൽ ഇത് കൂടി കുറഞ്ഞിരിക്കും ബ്രാൻഡിന്റെ അനുസരിച്ച് ഗ്യാപ്പ്. പക്ഷെ ഇത് പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കും, അങ്ങനെ വെച്ച് കൊടുക്കും, ഇതിന്റെ കനം കുറയും. അങ്ങനെ പരിഹരിക്കാം. പലരും അത് ചെയ്യാറില്ല. അതുകൊണ്ട് എന്ത് പറ്റും, രാത്രിയിൽ ജന്തുക്കളൊക്കെ അതിനകത്ത് കയറും. ഇതിനൊരു ഗുണം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറിയ റൂമുകളാണെങ്കിൽ ഡോർ തുറക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് വേണ്ട. അതാണ് ഏറ്റവും വലിയ. അതെ, ചെറിയ റൂമുകളാണെങ്കിൽ നമ്മളവിടെ ബെഡ് കോട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡോർ തുറക്കുമ്പോൾ അതിൽ തട്ടും. ആ ഒരു ഇഷ്യൂ ഇല്ല. ഒരു എക്സ്ട്രാ ഇഞ്ച് പോലും നമുക്ക് ഇതിനായിട്ട് വേണ്ട ഡോർ തുറക്കാൻ വേണ്ടിട്ട്. അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. സ്ലൈഡിങ്ങിന്റെ കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ സ്ലൈഡർ സജസ്റ്റ് ചെയ്യാറുള്ളത്. സ്ലൈഡർ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലൊക്കെ കൂടുതൽ സ്ലൈഡറാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് വരുന്ന ഇത് നമ്മൾ സ്വിംഗ് ടൈപ്പ് ഡോർ ആണ്. നോർമൽ ഡോർസ് ആണ്. ഇതിനകത്ത് ഹിഞ്ചസ് ഇതുപോലെ ഫിക്സ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് മോഡേൺ ആയിട്ട് അടിപൊളി ആയിട്ടുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്യുമ്പോൾ അതാ ഇതുപോലുള്ള ജ്വല്ലറി ആക്സസറീസ് ആണെങ്കിലും ബോക്സുകളാണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ഡ്രസ്സ് ക്ലോസ് വെക്കാൻ ഹാങ്ങർ എല്ലാം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നം അതാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഈ ബ്രാൻഡ് നമ്മൾ MH ഗ്രൂവിന്റെ ആണ്. കൂടാതെ ഒരു ബ്രാൻഡും ഉണ്ട്, വുഡ് ഫെനസി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡും ഉണ്ട്. ഈ 2 ബ്രാൻഡും വലിയ ബ്രാൻഡുകൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് ഇവർ സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും വലിയ വിലകളില്ല. എനിക്ക് തോന്നുന്നത് പ്രീമിയം ബ്രാൻഡിന്റെ ഒക്കെ ഒരു 30% ഒക്കെ വില വരുള്ളൂ ഇതിന്. ഇത് ഷൂറാക്കാണ്. നമ്മൾ പാർട്ടി വെയർ, അതായത് ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ വെക്കാനുള്ള സാധനങ്ങൾ. ഇത് സാരി അങ്ങനെയുള്ള വില പിടിച്ച വസ്ത്രങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ജ്വല്ലറി, വാച്ച് അങ്ങനെയുള്ളത്. ഇത് നമ്മൾ ഡബിൾ സൈഡ് ആണ്. ഇത് 2 സൈഡിൽ നിന്ന് നമുക്ക് ഹാങ് ചെയ്യാം. കൂടുതൽ സ്പേസ്. ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് അല്ലേ? ഓക്കെ. ഇനി അതുപോലെ വേറെ ഉണ്ടല്ലോ അല്ലേ? ഇത് അത് ഇത്തിരി കൂടിയ ഐറ്റംസ് ആണ്. ഇത് നമ്മൾ കുറച്ചുകൂടെ ഇക്കണോമി റേഞ്ചിലേക്ക് വരുന്നു. ഇത് നമുക്ക് ഹാങ്കർ തൂക്കാനുള്ള സാധനങ്ങളാണ്. ഞാൻ നമ്മുടെ 1-2 സൈറ്റിലേക്ക് ഇതിന്റെ വില അന്വേഷിച്ചപ്പോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി അവര്. ഞാൻ വില പറയാം, ചെറിയ വിലക്ക് കിട്ടുന്ന പറയുന്നത്. ഓക്കെ. അതുപോലെ ഇവിടെ ട്രൗസർ ഹാങ്ങർ അല്ലേ? ഇത് 1 സൈഡ്, അവിടെ മുകളിൽ കാണിച്ചതിന്റെ 1 സൈഡ് ആണ്. ഇത് സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഓക്കെ. ഇതുപോലുള്ള ആക്സസറീസ് അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? സാധാരണക്കാർക്ക് വേണ്ട ആക്സസറീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇനിയുണ്ടോ? അതായത് ഹാങ്ങർ ഇപ്പൊ ഒരു ട്രെൻഡാണ്, റൂഫ് ടോപ്പ് വരെ നമ്മൾ ഹൈറ്റിൽ വാർഡ്രോബ്സ് ചെയ്യും. വലിയ വാർഡ്രോബ്സ്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് എന്നെ പോലെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കൈ അങ്ങെത്തില്ല, ആൾക്കാർക്ക് എത്തില്ല. അപ്പൊ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഈ സാധനം നമുക്ക് എല്ലാം അത്രയും വരെ സ്പേസിൽ വെക്കാം, പൊക്കി വെക്കാമെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇവൻ ഇങ്ങനെ ഇറങ്ങി വരും. ഷർട്ട് എടുക്കും, എന്തെടുക്കണം, അത് കഴിഞ്ഞ് തിരിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവൻ പതുക്കെ അങ്ങ് പൊക്കോളും. അതാണ് ഈ പരിപാടി. ഇതാണ് പുതിയ ഹാങ്ങർ. അതും ചെറിയ വിലക്ക് ഇവിടെ കിട്ടും. അതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ലെവൽ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർഡ്രോബ് ആക്സസറീസ്. സ്റ്റോക്ക് ഒരുപാടുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സിന് കിട്ടാതിരിക്കുമോ? അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ ബ്രാൻഡിലും സ്റ്റോക്കാണ്. ഞങ്ങൾ ആരോടും അഡ്വാൻസ് വാങ്ങാറില്ല. വാങ്ങിയിട്ട് നാളെ തരാം. നമ്മളിവിടെ റെഡി സ്റ്റോക്കാണ്. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഒരു പ്രസ്ഥാനമല്ലേ, ചിലപ്പോൾ 1-2% സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ അത്രയും ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ കരുതിയാണ് വെക്കുന്നത്. നമ്മുടെ ഒരു 3 മാസത്തെ സെയിലിനുള്ള സ്റ്റോക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവും. നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചക്കരപ്പറമ്പാണ്, മെറിയ എന്റർപ്രൈസസിലാണ്. ഈ ലൊക്കേഷൻ എങ്ങനെ അവർക്കൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക? നമ്മള് എറണാകുളത്ത് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. എറണാകുളം ബൈപ്പാസിൽ നിന്ന്
അത് ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ അടുത്ത് നിന്ന് 200 മീറ്റർ ഉള്ളിലേക്ക് വരണം. അത്രേ ഉള്ളൂ. ഈ ഏരിയ എന്ന് പറയുന്നത് മൊത്തത്തിൽ പ്ലൈവുഡ് ഹാർഡ്വെയർ അതിന്റെ ഒക്കെ ഒരു ഏരിയ ആണ്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല സ്ഥലമല്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടുത്തിയത് കിച്ചൺ ആക്സസറീസ്, വാർഡ്രോബ് ആക്സസറി, ബെഡ്റൂം ആക്സസറി, അങ്ങനെ ഒരു ഇന്റീരിയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ പ്രത്യേകമായിട്ട് 2 ബ്രാൻഡുകളെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് യൂറോപ്പിൽ നിന്നുള്ള ഒരു പ്രമുഖ ബ്രാൻഡാണ്, പേര് ഗ്രാസ്. ഈ ബ്രാൻഡ് ഓസ്ട്രിയനാണ്. ഓസ്ട്രിയ യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നുള്ള ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് ഇന്ത്യയിൽ അധികം പോപ്പുലറാണ്. മെട്രോ സിറ്റികളിൽ മാത്രമേ ഇത് പോപ്പുലർ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് കേരളത്തിൽ അധികം ആൾക്കാർക്ക് ആർക്കിടെക്ചറൊക്കെ പരിചയം ഉണ്ടാവും, പക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അധികം പരിചയമില്ല. അപ്പം നമ്മൾ ആ ഗ്രാസ് ബ്രാൻഡ് പരിചയപ്പെടുത്തുന്നു. ഓക്കെ, വില പേടിക്കേണ്ടാത്തൊരു ബ്രാൻഡാണ്. അതായത് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജർമ്മൻ ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് ഇതിന്റെ വില കോമ്പറ്റീറ്റീവ് ആണ്. ഇതിന്റെ ഫുൾ റേഞ്ച് പ്രോഡക്ട്സ് വരാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം. ഒരു കാര്യം കൂടെ, അതായത് മിക്ക പ്രോഡക്ട്സും, അതായത് നമ്മൾ യൂറോപ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജർമ്മൻ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നത് മിക്കവാറും ചൈനയിലാണ്. മാനുഫാക്ചറിങ് ചൈനയാണ്, ബ്രാൻഡ് കൺട്രി യൂറോപ്പായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡ് ഓസ്ട്രിയ എന്ന് വരുന്ന ബ്രാൻഡ് പ്രൊഡക്ഷൻ 4 രാജ്യങ്ങളിലേ ഉള്ളൂ. അത് ഒന്ന് ഓസ്ട്രിയ, രണ്ടാമത് ചെക്ക് റിപ്പബ്ലിക്, മൂന്നാമത് ജർമ്മനി, 4 അമേരിക്ക. ഈ 4 രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ചൈനീസ് അല്ല. ഗ്രാസ് ബ്രാൻഡ് വരുന്നത് ചൈനീസ് അല്ല. അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് വാങ്ങാം. മറ്റേ പ്രോഡക്റ്റ് മോശമാണെന്ന് നമ്മൾ പറയുന്നത്. യൂറോപ്യൻ ബ്രാൻഡിന്റെ ഓഡി, BMW, ബെൻസ് ഇതൊക്കെ പറഞ്ഞ ഒരു ക്വാളിറ്റി വ്യത്യാസമാണ്. ആ ക്വാളിറ്റിയുടെ വ്യത്യാസം ഇതിലും പ്രതീക്ഷിക്കാം. ഒരു ബ്രാൻഡൂടെ പറയാനുണ്ട്, സ്പാനിഷ് ബ്രാൻഡ് ഇൻഡോക്സ്. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇൻഡോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഐക്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് വേൾഡിലെ ഫേമസ് ഫർണിച്ചർ മാനുഫാക്ചറാണ്. അവരുടെ ഓതറൈസ്ഡ് വെണ്ടറാണ് ഈ പറഞ്ഞ ഇൻഡോക്സ്. ഇതുപോലെ തന്നെ വലിയ ബ്രാൻഡുകൾക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ പ്രോഡക്റ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇന്റീരിയർ മേഖലയിലെ എല്ലാം പഠിക്കാൻ ഒരു വലിയ എൻസൈക്ലോപീഡിയ ആണ്. പക്ഷെ നമ്മളെ വീഡിയോയിൽ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പോവാണ്. എന്തായാലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവർ വിളിക്കൂട്ടോ. ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും എന്നെ വിളിക്കട്ടെ. വിളിക്കട്ടെ. വില കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്കാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ബന്ധപ്പെടാം. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു.